ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെള്ളിയാഴ്ച സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. അതിനൊപ്പം തന്നെ നീനു തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതും കൂടിയൊക്കെ എൻ്റെ ഉൾപ്പെടുത്തിയിട്ടൊരു ലോങ് വീഡിയോ ആക്കാമെന്ന് കരുതി. രാവിലെ മുതൽ ഒരു ഉച്ചവരെയുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തീർന്ന് കിച്ചണിക്ക് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്കത് കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് നമ്മൾ വണ്ണം കൂടിയതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഒരു സങ്കടത്തിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യത് കുറക്കാൻ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് വെയിറ്റ് ലോസ് ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കൊരു മോട്ടിവേഷനും കിട്ടണില്ല. നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വെയിറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ കുറയാൻ മതി. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിൽ ഇങ്ങനെ വന്നപ്പോഴാണ് മുൻഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിളിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂപ്പര് എണീറ്റ് രാവിലെ തന്നെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ മുൻഭാഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അത് അവിടെ സിറ്റ് ഔട്ടിലൊക്കെ ഓരോ കാൽപ്പാട് കേട്ടോ. കാലിൻ്റെ വലിപ്പം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നായൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂച്ചൻ്റെ ചിലപ്പോഴൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ നമ്മൾ മഴ ആയതുകൊണ്ട് വീണ്ടും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സിറ്റ് ഔട്ടിൽ നായ്ക്കളും പൂച്ചകളൊക്കെ കയറിയിരിക്കുന്ന ഒരു ശല്യം. അപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞത് ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് ക്ലീൻ ചെയ്താൽ ഇനിയിപ്പോൾ ഇതുമൊക്കെ എണീറ്റ് വന്ന നേരെ മുൻഭാഗത്ത് കൈകാരം വരിക. അപ്പോൾ ഞാൻ മൂപ്പര് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്ടെന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലോ എല്ലാവർക്കും. അപ്പം ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ മഴ ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പോൾ അതാ ചെറുതായിട്ട് ചെറിയ പാറ്റിലേ ഉള്ളൂ. അപ്പോൾ വേഗം പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന തിരക്കിലാണ്. അപ്പോൾ എനിക്കത് നമുക്ക് കിച്ചണിക്ക് പോകുന്നതിന് മുന്നേ ഒരു വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം കിച്ചണിക്ക് പോകാൻ. ചവിട്ടിമേൽ കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് തട്ടിയിട്ടുള്ളൂ. നമ്മളിവിടെ ആദ്യം നായക്കകത്ത് വരാതെ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നീല വെള്ളം കുപ്പിയിലാക്കി ഇങ്ങനെ വെരിവരിക്ക് വെക്കാറായിരുന്നു. ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ കുപ്പിയൊക്കെ ഒഴിവാക്കി ഒന്നിപ്പോൾ അത് ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ മഴ ചെയ്തപ്പോൾ വീണ്ടും കയറിയപ്പോഴാണ് ഇനിയിപ്പോൾ അതൊക്കെ വെച്ച് തുടങ്ങണം എന്നുള്ളത് ഓർമ്മ വന്നത്. നമുക്ക് മറന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ആ കുപ്പിയൊക്കെ വെച്ചിരുന്നിട്ട് ആ കുപ്പി എടുത്ത് നടക്കുന്ന പണിയാണ് ഐറൂസിന്. അപ്പോൾ പിന്നെ അത് മെല്ലാണ്ട് ഒഴിവാക്കി. അപ്പോൾ ഇനി വന്ന് തലക്കുന്ന കുപ്പിയൊക്കെ വെള്ളം നിറച്ച് വെക്കാൻ നിർബന്ധമായിട്ടുണ്ട്. എന്തായാലും ഞാൻ മുൻഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് വീണ്ടും കിച്ചണിക്ക് എത്തിയത്. ഇപ്പോൾ എവിടെ നിന്ന് തുടങ്ങും, എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറേ മനസ്സിൽ ഒരു പ്ലാനൊക്കെ ഉണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിലെ ദിവസമാകുമ്പോൾ നമ്മൾ തലേന്ന് എല്ലാം ഒന്ന് സെറ്റ് ആക്കണം. മനസ്സിലെങ്കിലും വേണമല്ലോ നമുക്ക് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ നീനും പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസമൊക്കെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ ടെൻഷൻ വരും കേട്ടോ. പിന്നെ ഒക്കെ മറക്കും. നീനുനാണ് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മറക്കും. കുറേ സാധനം കൊണ്ടുപോകാനും മറക്കും അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വേഗം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ബിരിയാണിക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ കുറച്ച് പാർട്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എല്ല് പിന്നെ ലിവറിൻ്റെ ഭാഗം ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് കറി വെക്കാനുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ മുളകിടുക അല്ലെങ്കിൽ കറി ഉണ്ടാക്കാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അധികം ഒരു ഉരുളക്കിഴങ്ങും തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു സ്റ്റൂ പോലെ ഉണ്ടാക്കാം. നീനുവിന് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നീനുട്ടി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഓളിങ്ങനെ പറയും എനിക്കിത് അതിഷ്ടമാണ്, ഇതിഷ്ടമാണ്, ഇതുണ്ടാക്കി തരുമോ അതുണ്ടാക്കി തരുമോ എന്നോള് പറയും കേട്ടോ. പക്ഷെ മോള് ഇതുമ്പോൾ അങ്ങനെ ഒരു ഇന്നത് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് അത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കൂല. അതുകൊണ്ടാണ് നീനുട്ടിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നീനു ഹോസ്റ്റലിലാണല്ലോ. മോള് പിന്നെ കല്യാണം കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിലും അവിടെ ഇപ്പോൾ ഒരു വീട്ടിലാകുമ്പം പലതരം പിന്നെ വീട്ടിൽ ഫുഡും ഉണ്ടാകുമ്പോൾ ബീഫും മീനും ചിക്കനൊക്കെ കിട്ടും ചെയ്യും. പോരാത്തതിനും ഇടയ്ക്കിടയ്ക്ക് ഒന്നരാടം വെച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം നല്ല അൽഫാമും മന്തിയും അതേപോലെ സൈലബാന്ത് ഒരു ചീസ് ബോംബ് അങ്ങനെയൊക്കെ കഴിച്ചോളും. ഇങ്ങനെ ഫോട്ടോയും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അല്ലെങ്കിൽ സെപ്പറേറ്റ് വാട്സപ്പിൽ വീഡിയോ അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ മക്കൾ കഴിക്കണുണ്ടെന്ന് കാണുമ്പോൾ. ഇതിപ്പോൾ നീനോ എന്ന് വെച്ചാൽ ഹോസ്റ്റല് പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ ഹോസ്റ്റല് അങ്ങനെയുള്ളൂ. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓള് വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഓൾ എന്തെങ്കിലും ആദ്യം തന്നെ അവിടുന്ന് വരുമ്പോഴേ പറയും ഇങ്ങനെ അത് വേണം കേട്ടോ ഇത് വേണം കേട്ടോ എന്ന്. 10 ദിവസമൊക്കെ നിന്നിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പറയും വേണ്ട വലിയൊരു മെനു അങ്ങോട്ട് തയ്യാറാക്കും. അവിടുന്നേ അതൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ മോളൂനൊക്കെ ഇവിടെ വരിക ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഓക്കൊന്നും തിന്നാനും വേണമെന്നില്ല. ഐറൂസിനെ അങ്ങോട്ട് നോക്കിയാൽ മതി. അവൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐറൂസിൻ്റെ കുട്ടിയല്ല ഞാൻ അറിയില്ല, ഞാൻ ഒരു ബന്ധുവില്ലോക്ക് പിന്നെ അത് തന്നെ വലിയ കിട്ടില്ല കേട്ടോ. ഫുഡ് ഇന്നത് വേണം അങ്ങനെ വേണമെന്നൊന്നും അവൾ പറയാറില്ല. പിന്നെ ആ അവൾ പറയില്ല പൊതിച്ചോറായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാനും പറ്റിയില്ല. ഒന്നാമത് എന്താ വെച്ചാൽ
ഓളം വരുന്നതിന് മുന്നേ നമ്മൾ പൊതിച്ചോറിനുള്ളതൊക്കെ ഒരുങ്ങി വെക്കണം. ഐറൂസ് ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ അതൊന്നും നമുക്ക് അറിയാനോ ഒന്നും ഉണ്ടാക്കാൻ നമ്മൾ തല വർക്ക് ചെയ്യാവും സമ്മതിക്കില്ല. ഒരു പണി കഴിഞ്ഞാൽ ഒരു പണി, അപ്പുറത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പണി, ഭയങ്കര വികൃതിയായിക്കണ്. ഭയങ്കര വികൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, ഈ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അമ്മച്ചിനോട് പറയണ്ടേ എനിക്ക് പൊതിച്ചോറ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്കുള്ള സാധനങ്ങൾ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വാങ്ങി കട്ട് ചെയ്ത് ഫ്രിഡ്ജിക്ക് വെച്ചാൽ മതിയല്ലോ, വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഏതായാലും നമ്മൾ അവിടെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ചിക്കൻക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഉടച്ച് ചേർക്കാറുണ്ട്, അപ്പോൾ തിക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് അങ്ങനെ ഒന്നുമില്ല, ഓരോ ദിവസം നമുക്ക് ഓരോ മൂഡാണല്ലോ. അപ്പോൾ ഞാൻ ചിക്കൻക്ക് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, തക്കാളിയും പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ ചിക്കൻ കട്ട് ചെയ്തിട്ട് ഉള്ളി വേറെ അതാ വാട്ടി എടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇന്നലെ ബിരിയാണിക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട്, ഉണ്ടാക്കി വെച്ചത് ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. അതുണ്ടാക്കാനാണ് എനിക്ക് ഭയങ്കര മടി. അപ്പോൾ അത് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക ഒരു ഉന്മേഷമൊക്കെയാണ്. അപ്പോൾ ഏതായാലും അത് ഒക്കെ ഉള്ളത്. പിന്നെ അത് ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ മസാലപ്പൊടികൾ പറയുന്നത് അത് ഒരുപാടില്ല. സ്റ്റൂ ആകുമ്പം കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നലെ ഞാൻ ചിക്കൻ മസാല തേച്ച് വെച്ചത് ഇച്ചിരി മഞ്ഞപ്പൊടി മറന്നാണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ആ മഞ്ഞ കളർ കേട്ടോ. ഞാൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾ ഇടൂലല്ലോ. അപ്പോൾ ഞാൻ അറിയാതെ ഓർമ്മയില്ലാതെ മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടു. ശരിക്കും നമുക്ക് ഉപ്പും കുരുമുളകും മാത്രം തേച്ചിട്ട് വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ള കളറിൽ സ്റ്റൂ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആരുമില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പുതിയ പിള്ളേരൊന്നും വരാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അതങ്ങോട്ട് ഇത്തിരി അതൊരു മഞ്ഞ കളർ ഇങ്ങനെ കാണുന്നത് കേട്ടോ. എന്നാലും ചിക്കൻ ഇട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ആർന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. പിന്നെ തേങ്ങാപ്പാൽ പാരുമ്പോൾ അതിൻ്റെ ഒപ്പം ഒഴിക്കാൻ ഞാൻ അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അരച്ച് ചേർത്താൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കറി ഏകദേശം തീരുമാനമായ സ്ഥിതിക്ക് നമുക്കിത് അവിടേക്ക് ഒന്ന് എടുത്ത് വെക്കാം. ഇതിങ്ങനെ ഒന്നായിട്ട് ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം അങ്ങോട്ട് എടുത്ത് വെച്ച് വെക്കണ വരെ ഒരു സമാധാനം ഉണ്ടാവില്ല, എന്തോ ഒരു അവിടെ ഒരു പണി ഇങ്ങനെ കിടക്കണ പോലെ തോന്നും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ഭാഗം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ ഭയങ്കരമായിട്ടോ നല്ല മഴ. ഞാൻ ഇതുമൂലം പോയി വിളിച്ചോണ്ടിട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നു. ഓളിക്കുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഇല്ല, എണീറ്റിട്ടില്ല, അവിടെ കിടക്കുകയാണ് കേട്ടോ. വെള്ളിയാഴ്ച കൊണ്ട് സമാധാനത്തോടെ അങ്ങനെ ഉറങ്ങണം. അപ്പോൾ ഒരു 8-8:30 ആകുമ്പോൾ വിളിച്ചാൽ മതി. ഒരു 9-9:15 ഇവിടുന്ന് ഇറങ്ങണം. 9:30 സ്കൂള്, പിന്നെ 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ 8-8:15 ആകുമ്പോൾ വിളിക്കാമെന്നൊക്കെ വിചാരിച്ചു. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ കേട്ടോ. ഈ മഴ കാണുമ്പോൾ അത് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. കുറേ കാര്യങ്ങളിങ്ങനെ ഞാൻ നൊസ്റ്റടിച്ച് അങ്ങനെ ഇരിക്കൂട്ടെ. ഇതേപോലെയുള്ള വട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഞാനിതാ ഈ മഴ പെയ്യണങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ, സമയം പോകണ അറിയില്ല. ഞാൻ വീഡിയോ ഓണാക്കിയത് പോലും ചില സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ അന്തം വിട്ട് എങ്ങനെയൊക്കെ നോക്കിക്കൂട്ടോ. ഞാനിവിടെ അരീക്കോട് സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ ആ മഴയത്ത് സ്കൂൾക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ മഴ പെയ്യും. ഞാൻ പുറത്തൊക്കെ നോക്കിയാൽ എനിക്ക് ആദ്യം ഓർമ്മ വരില്ല. അതാണ് പിന്നെ എന്തോ ഒരു സുഖമാണല്ലേ മഴ നോക്കിക്കുക എന്ന് പറയുന്നത്. വെള്ളം ഇങ്ങനെ ഇവിടെ എന്താണ് ആവാം. പിന്നെ ഞാൻ ഏതായാലും ഇതാ വേഗം പത്തിരി ഉണ്ടാകണ്ടേ, നമ്മൾ ഇത് നോക്കി നിന്നിട്ട് കാര്യമില്ല. വേഗം അതാ പത്തിരി പൊടി വാട്ടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമൽ പത്തിരി അല്ല കേട്ടോ, തേങ്ങാ പത്തിരിയാണ്. പൊരിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന പത്തിരി ഇല്ല, അതാണ് കേട്ടോ. അപ്പോൾ അതിക്ക് തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുണ്ട്. നല്ല ജീരകവും ഉപ്പും വെളിച്ചെണ്ണ വെച്ചിട്ടാണ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത്. തിളച്ച് വന്നപ്പോൾ നമ്മൾ 2.5 കപ്പ് പൊടി കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 2.5 കപ്പ് പൊടിക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് എടുക്കാറുള്ളത്. ആ ഒരു അളവിലാണ് എടുക്കാറ്. പൊടി വാട്ടിയെടുക്കുന്നത് നമ്മൾ സാധാ പത്തിരി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് പൊടി വാട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് പൊടി വാട്ടി വെച്ചു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വേവുന്നുണ്ട്, അവിടെ നല്ല രീതിയിൽ തന്നെ വേവുന്നുണ്ട്. അപ്പം അതിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ എടുക്കണം. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഈ പിന്നെ പത്തിരിക്ക് ഇടാനുള്ള തേങ്ങ ചിരണ്ടിയപ്പോൾ അതിലേക്ക് വരാനുള്ള തേങ്ങാപ്പാൽ വരാനുള്ള തേങ്ങയും ചിരണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തേങ്ങാപ്പാൽ എടുത്തു. അതിലേക്ക് അണ്ടിപ്പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി അരച്ചു ചേർത്തു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതായത് മഞ്ഞ കളർ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്റ്റൂവിൻ്റെ ഒരു സംഭവം ഒത്ത് കിട്ടിയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നെ തന്നെ പൊക്കി പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും ഞാനേക്ക് ഇങ്ങനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അരിപ്പൊടി ഉണ്ടല്ലോ,
ഇച്ചിരി തേങ്ങാപ്പാൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി അത് തിളച്ച് ചൂടാറുമ്പം കറി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിന് മേലെ ഞാനിതാ ബിരിയാണീൻ്റെ മസാലപ്പൊടിയാണ് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പും പൊതിനും കൂടി മുകളിൽ ഇങ്ങനെ ആഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ. പക്ഷെ നമ്മൾ ഇന്നലെ ബിരിയാണി വെച്ചപ്പോൾ ഫുള്ള് ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് ഇനി നമുക്ക് മല്ലിച്ചപ്പ് പൊതിനില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് ഓണം പോലെ അതാണ് അങ്ങോട്ട് ഓഫ് ചെയ്തു, അടച്ച് വെച്ചു കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ 2 ചീരുള്ളി എടുത്ത് ചെറുതായിട്ട് എരിഞ്ഞിട്ട് നമുക്ക് നെയ്യിൽ തൂമിച്ചിടുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനതൊന്നും ചെയ്യണില്ല, കാരണം നമ്മൾ നല്ല നെയ്യ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണല്ലോ വെച്ചത്. പിന്നെ തേങ്ങാപ്പാൽ അതവിടെ റെഡി ആയിട്ട് എന്തായാലും കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിൻ്റെ കാര്യം നോക്കാം. അപ്പം ഞാൻ നീനുവിനും ഇതുമൂന്ന് വിളിച്ചുണർത്തി വന്നിട്ടാണ് ഞാൻ പിന്നെ പത്തിരിമക്ക് നിന്നത് കേട്ടോ. നീനുട്ടി പിന്നെ ഒരു 9 മണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് 2 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ നിന്നൊരു 11:30 11:45 ഇറങ്ങിയാൽ മതി. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതുമൂന്ന് ഞാൻ പോയി തട്ടി ഉണർത്തി വന്നതിന് ശേഷം അവിടെ പത്തിരി കുഴക്കാനൊക്കെ നിന്ന് നമ്മൾ നോർമൽ പത്തിരിക്ക് കുഴക്കണ പോലെ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. പത്തിരി എത്രത്തോളം കുഴക്കുന്നത് അത്രത്തോളം നമുക്ക് ഈ ഒരു സോഫ്റ്റും പത്തിരിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടും. അപ്പോൾ ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ട് വലിയ ഉരുളാക്കിയിട്ട് പരത്തിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല സ്പീഡൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പത്തിരിക്കല്ല് ഈ ഒരു പരത്തുന്ന പലമലാണ് പരത്തണ. ഉരുള കണ്ടോ, ഇത്ര വലിയ ഉരുള ആക്കിയിട്ട് പരത്തണം. ആദ്യം ഞാൻ കരുതി ഇങ്ങനെ അമർത്തണ ഇതിൽ വെച്ചിട്ട് പ്രസ്സിൽ വെച്ചിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് നമുക്ക് നല്ലതാവുമ്പോൾ നമുക്ക് പരത്തിയിട്ട് ആവശ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കുപ്പീൻ്റെ മൂടി എടുത്തിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ഏകദേശം അധികം കട്ടിയായാലും ഉള്ളു പോകില്ല. ഇവിടെ ഉള്ളു ആവാഞ്ഞാൽ പിന്നെ എൻ്റെ കെട്ടിയവന് അത് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് വാറ്റുന്നത് അത് ദഹിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ വരും. അപ്പോൾ ഞാൻ പിന്നെ അതിനങ്ങോട്ട് റിസ്ക് എടുത്തില്ല. ചെറിയൊരു കട്ടിയാണോ ഈ ഒരു ഇത്രയും കട്ടിയാക്കിയതിന് ശേഷമാണ് ഞാൻ മുറിച്ചെടുത്തത്. ഇങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, കുറച്ച് ആലോചിച്ച് കൂട്ടുന്ന സ്വഭാവം എൻ്റെ ഹസ്ബൻഡിന് കേട്ടോ. മൂപ്പർക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഉള്ളു വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വയറിന് ദഹിച്ചിട്ടില്ല, ഇങ്ങനെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മുടെ ഒരു കുപ്പീൻ്റെ മൂടി എടുത്തിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ഇടും. പിന്നെ കുറച്ചുകൂടി പൊടിയെടുത്ത് ഒന്നും കൂടി പരത്താണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ലത് നമുക്ക് ഈ പരത്തുന്ന പല തന്നെയാണ്. പ്രസ്സിലാകുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം പറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും പരത്തി വീണ്ടും ഇങ്ങനെ ഇതേപോലെ തന്നെ കട്ടിയില്ലാതെ പരത്തി, അധികം കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആക്കാം കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ പോലെ ആവുമല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കെട്ടിയന്മാർക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ഫുഡ് സെറ്റാക്കാം. അപ്പോൾ ഈ ഇത്രയും കട്ടിയിലെടുത്തിട്ട് വീണ്ടും അങ്ങനെ കട്ട് ചെയ്ത് എടുത്തു. ഞാൻ പിന്നെ വേഗം അടുപ്പത്ത് ഇത് വെച്ചിട്ട് എണ്ണ വെച്ചു. കാരണം ഇതും എണീറ്റ് വന്ന് ഓൾഡായിട്ടുള്ള കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല്ല് തേപ്പ്, മുഖം കഴുകലും കാര്യങ്ങളൊക്കെ. പിന്നെ കുളി തലേന്ന് രാത്രി തന്നെ നമ്മളിവിടെ തീർത്ത് വെക്കും. ഇവിടെ മക്കളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കുളിക്കൽ രാത്രി കഴിയും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ മൊക്കനെ ഇട്ട് മഫ്ത ഇട്ട് കഴിഞ്ഞാൽ വേഗം നീരിറങ്ങും കേട്ടോ മക്കൾക്ക്. മോളൂനായാലും നീനൂനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓലൊക്കെ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇതും പഠിക്കുന്നത്. ഇവിടെ അരീക്കോട് ഓറിയൻ്റ് സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ ഓലൊക്കെ ഈ മഫ്ത നിർബന്ധമാണല്ലോ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഫ്ത ഇട്ട് നിൽക്കുമ്പോൾ നീരിറങ്ങിയിട്ട് പെട്ടെന്ന് ഈ ജലദോഷം അതുപോലെയുള്ള നീരിറക്കത്തിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അസുഖങ്ങളും പെട്ടെന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ അവരുടേത് നമുക്കൊരു എന്താ പറയുക എക്സ്പീരിയൻസ് മോളൂൻ്റെ നീവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇതുമൊരു കാര്യത്തിൽ ആ റിസ്ക് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ മോളും നീനും പിന്നെ ഒരുമിച്ച് ഇങ്ങനെ വലുതായതല്ലേ. ഒരു 2-3 വയസ്സിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഒരാൾ 5ാം ക്ലാസ്സിലാകുമ്പോൾ 8ാം ക്ലാസ്സിൽ, അങ്ങനെ രണ്ടാളും ഒരു സ്കൂളിൽ അങ്ങനെ പഠിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഇതുമൊരു കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വലിയ അലമ്പില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം 2-3 പത്തിരി വേഗം പൊരിച്ചെടുത്തിട്ട് കറിയൊക്കെ പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ യൂണിഫോമൊക്കെ മാറ്റി വന്ന് എൻ്റെ പ്ലേറ്റൊക്കെ വാങ്ങി പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഞാൻ 3 പൊരിച്ചപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇടാം എക്സ്ട്രാ എന്ന് വിചാരിച്ച് ഞാൻ 4 ഇട്ട് നോക്കിയത് കേട്ടോ. അത് അബദ്ധമായി പോയി. കാരണം പിന്നെ ചട്ടിയിൽ കൊള്ളണില്ല. 3 മതിയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു അളവ് കേട്ടോ. പിന്നെ ഏതായാലും അവിടെ വെച്ച് ഞാൻ പിന്നെ പരത്താൻ വേണ്ടി പോയിട്ടുണ്ട്. പരത്തലും ചുടലൊക്കെ എനിക്ക് ഇതേമാതിരി ഇങ്ങനെ ആക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം കേട്ടോ. ഒരു പണി മാത്രം എടുക്കുക എന്ന് പറയുന്നത് ഒരു സുഖമല്ല. അപ്പോൾ ഞാൻ ഒന്നങ്ങനെ പൊരിയുന്ന സമയത്ത് പറ്റിയത് വേഗം അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണേ. അങ്ങനെ അവിടെ മുറിച്ച് അങ്ങനെ ആക്കട്ടെ. ലാസ്റ്റ് പത്തിരി നമുക്ക്
ചെറുതായിട്ട് പരത്തി എടുക്കുക. അപ്പോൾ പൊടി കളയാനോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളി, പിന്നെ നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ്. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള ഈ ഒരു എന്താ പറയുക, കുറച്ച് പണി കൂടുതലാണല്ലോ നമുക്ക്. അപ്പോൾ പണി കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഏതായാലും പത്തിരി കുഞ്ഞിപ്പത്തിരിയാണ്. ഈ കുഞ്ഞിപ്പത്തിരി കണ്ടപ്പോൾ ഇങ്ങ് എൻ്റെ ഐറൂസിനെ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് കയ്യിൽ പിടിച്ച് തിന്നുന്നത് വരെ എൻ്റെ മനസ്സിലിങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ഞാനത് ഇതുമൂനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഐറൂസ് ഉണ്ടെന്നുണ്ടെങ്കിലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളോട് ഇങ്ങനെ വർത്തമാനം മനക്കുന്നത്. ഞാൻ മഷപ്പുറത്ത് കാണുന്നതൊക്കെ ഇനി ഇതുമൂന് ഇതുമൂനല്ല, ഈ പേരിൻ്റെത് എന്തോ ഒരു മാറല പേര് അറിയാം. നീനുട്ടിക്ക് കൊണ്ടുപോകാനുള്ളത് പാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അതൊക്കെ ഇന്നലെ രാത്രി നമ്മൾ ഒക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. എന്തായാലും ഇതും കൂടെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതാ ബാക്കി നമ്മളിവിടെ 4 ഇട്ടത് കണ്ടോ, ചട്ടിയിൽ കുറച്ച് ഒരു 3 ആണെങ്കിൽ കറക്റ്റായിരുന്നു അല്ലേ. അപ്പം ഇതൊരു 4 പത്തിരിക്ക് തിരിയാനും അറിയാനൊന്നും സ്ഥലമില്ല. അതാണ് ഞാനിങ്ങനെ അങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം ഉള്ളു വേവാഞ്ഞ ഇവിടെ പറ്റൂല. ഇവിടെ കട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളു വെന്തില്ല എന്നുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ അധികം വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് വേവിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മളിതാ കോരിയിട്ട് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് അങ്ങനെ കോരിയിടുകയാണ്. ഇതും ഓൾറെഡി കഴിച്ചിട്ട് ആദ്യത്തെ ഞാനൊരു പ്ലേറ്റിക്ക് ഇട്ടത് ഊക്ക് വേഗം വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അടുത്ത ട്രിപ്പ് ഇടുകയാണ്. ഇനി നമ്മൾ 3 ഇടുള്ളൂ. 3 തമ്മിൽ നിർത്തി. അപ്പം എണ്ണ കുറച്ച് പറ്റിയതുകൊണ്ടാവും 3 എന്നെ കൊള്ളുന്നില്ല. പിന്നെ അതവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതുമൂന്ന് മുടി വാരാനൊക്കെ പോകുന്നു കേട്ടോ. ഓള് ഇങ്ങനെ അതുമ്പോൾ കളിച്ചിങ്ങനെ നിൽക്കും. ഓള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം മുടഞ്ഞിട്ട് കൊടുക്കാതെ കരുതി. രാത്രി കുളിക്കണോണ്ട് തന്നെ മുടി നന്നായിട്ട് നല്ല രീതിയിൽ ഉണങ്ങുമല്ലോ. അപ്പം നമുക്ക് മുടഞ്ഞിട്ട് വെച്ചാൽ എന്താ വെച്ചാൽ ഒരു സുഖം, മുടിക്കൊരു സുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മുടഞ്ഞ് കെട്ടി കൊടുക്കണം. ചെറുതായിട്ടൊരു ചുമ വരുന്നുണ്ട്. ഒന്നാമത് എനിക്കും പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓക്ക് ചെറുതായിട്ടൊരു ചുമ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ചുമ വരുമ്പോൾ നമ്മളെ വൈദ്യരെ പിടിന്ന് വാങ്ങുന്ന ലേഹല്ല, അതാണ് ഞാൻ കഴിക്കാറുള്ളത്. ഈ ഇംഗ്ലീഷ് മരുന്ന് കുരക്ക് കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമേയില്ല കേട്ടോ. ഞാനത് ചെറുതായിട്ടും ചുമ വരുമ്പോൾ ലേഹം ഒരു തോടി ഒന്ന് കഴിക്കും. അപ്പോൾ അത് നമുക്ക് ആ കൊല്ലിയിൽ ഇങ്ങനെ തട്ടുമ്പോൾ നല്ല സുഖമാണ്. ചുമ അവിടെ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ ഇതുമൂലം ഞാൻ അതന്നെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ചുമ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് ലേഹം കഴിച്ചു പോയാൽ പിന്നെ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഇന്ന് ഉള്ളാണെങ്കിൽ നേരത്തെ വരുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് 12 മണിക്ക് വിടും. പള്ളിക്ക് പോകാനുള്ള ആ സമയം ആയതുകൊണ്ട് 12 മണിക്ക് വിടുമല്ലോ. അങ്ങനെ ഏതായാലും ഓളൊക്കെ റെഡിയാക്കി ഞാൻ തൽക്കാലം ഒരു അപ്പം കോരിയിട്ടിട്ട് പിന്നെ തീ കുറച്ച് വെച്ചിട്ടാണ്. പിന്നെ പത്തിരി അതിക്ക് ഇട്ടിച്ചിട്ടില്ല. ഇനി ഓളെ പറഞ്ഞയച്ചിട്ട് നമുക്ക് ബാക്കി ചൂടാമെന്ന് വിചാരിച്ചു. ഓള് മഴ പോയപ്പോൾ ഓള് കുട എടുക്കാൻ മറന്നിട്ട്, ഞാൻ കുടയാണെങ്കിൽ മുൻഭാഗത്ത് തന്നെ ഉണ്ട്, എന്നിട്ട് തന്നെ ഓള് മറന്നു. ഏതായാലും ഓളെ പറഞ്ഞയച്ച് ഞാൻ വേഗത വീണ്ടും കിച്ചണിക്ക് വരികയാണ്. പോണ വെഹിക്കൽ ഞാൻ ഈനുട്ടിനൊന്ന് വിളിച്ചുകൊടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നല്ല ഉറക്കമാണ്. എന്തായാലും ഒന്ന് തട്ടി വിളിച്ചിട്ട് 9 മണിയിലായിട്ടുള്ളൂ. 9:30 ആവട്ടെ എന്ന് കരുതി അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും കിച്ചണിക്ക് തന്നെ പോയി. ഉറങ്ങണ കാണുമ്പോൾ എനിക്ക് വിളിച്ചുണ്ടാകും. 1-2 പാവല്ലേ ഇനി അവിടെ പോയിട്ട് പണിയല്ലേ. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ നമ്മൾ ഷോർട്സ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, നീ എന്താ പഠിക്കണത്, എന്താ ചെയ്യണത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഓള് പഠിക്കലോള് ഇപ്പോൾ വർക്ക് ചെയ്യാണ്. ഓള് +2 കഴിഞ്ഞിട്ട് ഏവിയേഷൻ കോഴ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഡിഗ്രി പിന്നെ ഓൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏവിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഓളിപ്പം കോഴിക്കോട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം 1 വർഷമായിട്ട് എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോരാനായി തുടങ്ങി ഓള്. അപ്പോൾ കഴിയാനായി കേട്ടോ. അപ്പം ഇപ്പോൾ 1 വർഷം ആവാൻ കഴിഞ്ഞ ഏപ്രിൽ ആ ഒരു മാസത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3 മാസം ട്രെയിനിങ് ആയതുകൊണ്ട് നമുക്കിനി 1 വർഷം ആവണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഒക്കെ വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ പത്തിരിയൊക്കെ ബാക്കി ചുട്ടപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ. പിന്നെ മൂപ്പർക്ക് പത്തിരി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഈ കലക്കി പറഞ്ഞ ആ ഒരു സീദോശ ചുട്ട് പിന്നെ ഇപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൂപ്പർക്കൊരു ഭയങ്കര സന്തോഷം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് ഇല്ലേ എന്നൊക്കെ അതും പറയുന്നുണ്ട് കേട്ടോ. അതിനൊപ്പം തന്നെ ഞാൻ അവിടെ ഇങ്ങനെ തിരിയണത് എന്താ വെച്ചാൽ നീനുട്ടിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗിലേക്ക് വെക്കുകയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ രാത്രി ഞാൻ രാത്രി നട്ടപ്പതിരായാലും അയൺ ചെയ്യാനുള്ളത് കഴിയണതും ഞാൻ അയൺ ചെയ്ത് വെക്കും കേട്ടോ. എനിക്ക് അത്ര ക്ഷീണം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ രാവിലേക്കൊക്കെ നീട്ടി വെക്കുള്ളൂ. കാരണം ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല. പിന്നെ മഴയാവുമ്പോൾ കറണ്ടിൻ്റെ കാര്യത്തിൽ ഇതിന് ചാൻസ് നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ചിലപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ കുടുംബനീനു വേണമെങ്കിൽ അത് അയൺ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള മാതിരിയല്ല. മോളൂന് ഇതുമുനൊക്കെ എവിടെ നമുക്ക് കുത്തിക്കൊള്ളിക്കുക. ഇവൾക്ക് ഡ്രസ്സ് കണ്ടുമ്പോൾ യൂണിഫോം ആയാലും സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ആയാലും യൂണിഫോം ഇസ്തിരി ഇടാതെ കുട്ടി ഇറങ്ങൂല. എന്തെങ്കിലും കാരണം കൊണ്ട് കറണ്ട് ഇല്ലെങ്കിൽ ഞാൻ അടുപ്പത്ത് വെള്ളം തിളപ്പിച്ചിട്ട്
പക്ഷെങ്കിലും ആ ചൂടത്ത് ഇസ്തിരിട്ട് പറഞ്ഞയച്ച കാലം വരെ ഉണ്ട് കേട്ടോ. അത്രയും ആ ഒരു യൂണിഫോം അയൺ ചെയ്യാതെ അങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്യാതെ അങ്ങോട്ട് ഇറങ്ങല്ല. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് നീനുട്ടി എഴുന്നേറ്റ് വന്നത് കേട്ടോ. അവൾ ചാർജ് കുത്തി ഫോണിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ ചായ ഉണ്ടാക്കണം, അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇതുണ്ടാക്കണം, ചായ ഉണ്ടാക്കണം കേട്ടോ. ഓക്കും എനിക്കും കൂടിയുള്ള ചായയാണ് ഉണ്ടാക്കണത്. ഞാനും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, വേഗം പണിയൊക്കെ തീർക്കണ തിരക്കിലായിരുന്നല്ലോ. അപ്പോൾ പത്തിരി പണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഓള് ഫോണിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. പിന്നെ ഓക്ക് എന്താ വെച്ചാൽ ഓളെ ഇതൊക്കെ വരിക, ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വരിക ഫോണിലാണല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഞാനും ഓളും ഇങ്ങനെ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കണം. സത്യം പറഞ്ഞാൽ എന്താണപ്പോൾ സംസാരിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ചായ തിളക്കണത് നോക്കി ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ മധുരം കേട്ടോ. അതുകൊണ്ട് വേറെ വേറെ പിന്നെ മധുരം ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ മോളൂന് ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത്തിരി ഇടും, എനിക്ക് ആവശ്യമുള്ളത്ര മധുരം ഇടും. എന്നിട്ട് എൻ്റേത് കപ്പൊക്കെ പാർന്നതിന് ശേഷം പിന്നെ മോളൂന് വേറെ മധുരം ഇട്ടാണ് ചെയ്യാറുള്ളത്. നീനുവിന് ഇനി ഞാനും ഒരേ ഒരു മധുരത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി ഇതാവുള്ളൂ. ഒക്കെ ഞാൻ പത്തിരിയും പിന്നെ കുറച്ച് ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അവളോട് ചോദിച്ചു ചിക്കൻ പൊരിക്കണോ ബീഫ് ചൂടാക്കണോ ചോദിച്ചു. അപ്പോൾ ഓൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ബീഫ് ചൂടാക്കി കൊണ്ടുവന്നു. അങ്ങനെ അതാ ഞാൻ ഓക്ക് ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. പിന്നെ ഒരു മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മുട്ട ഒതുക്കിയിട്ടു. ഒക്കെ ഈ ഒരു കാൽസ്യത്തിൻ്റെ വിറ്റാമിൻ ഡീൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊക്കെ റെഡിയായി, ഇപ്പോൾ ഗുളികയൊക്കെ നിർത്തിയിട്ടുണ്ടാവും. എന്നാലും ഒരു ഭക്ഷണത്തിന് നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. കാരണം ഈ വിറ്റാമിൻ ഡീൻ്റെ കുറവും കാൽസ്യക്കുറവും ഉള്ള ആൾക്കാർക്ക് വീണ്ടും ഉണ്ടാവാൻ പിന്നെ അങ്ങനെ കുറവ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ 50 അങ്ങനെ എന്തോ ആയിട്ട് നല്ല ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ ഇത്രയും ഇടങ്ങേറായിട്ടുള്ള മുട്ടയൊക്കെ തീറ്റിപ്പിക്കുന്നത് കേട്ടോ. മോള് പിന്നെ അങ്ങനെയല്ല, ഓക്ക് ഹെൽത്തി ഫുഡുകൾ കുറച്ചൊക്കെ കഴിക്കും. നീനാണെങ്കിൽ ഹെൽത്തി ഫുഡൊക്കെ ഇഷ്ടമേ അല്ല. ഓക്ക് മാഗി, എന്താ പറയുക, ലേസ് ഇങ്ങനെയുള്ള സാധനമാണ്. 3 ടൈപ്പാണ് കേട്ടോ. പിന്നെ അവള് നല്ല കണ്ടോ നല്ല കാറ്റും മഴ, കരണ്ട് അങ്ങോട്ട് പോയി. നല്ല കാറ്റുണ്ടായിരുന്നു വഴങ്ങപ്പോൾ മുന്നിൽ പോയിരുന്നപ്പോൾ ഞാനും പോയി ഇങ്ങനെ ഇരുന്ന് കാണായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ഇഷ്ടമാണല്ലോ. അപ്പം എൻ്റെ ഹസ്ബൻഡാണത് വീഡിയോ ഇങ്ങനെ എടുത്ത് തരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ റോട്ടിൽ വെള്ളം ആയാലേ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് മുൻഭാഗത്ത് വല്ലാതെ അങ്ങനെ വൃത്തികേടൊന്നും ആവില്ല. അങ്ങനെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓള് മാറ്റണതോ റെഡി ആവണതോ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓൾ തന്നെ ഫോണിൻ്റെ ടോർച്ച് ലൈറ്റ് ഓണാക്കി വെച്ചിട്ടാണ് റെഡി ആയത്. മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ മുറ്റത്ത് വരെ വലിയ വെളിച്ചമൊന്നുമില്ല. അപ്പോൾ റെഡി ആയതിനു ശേഷം ഓളിങ്ങോട്ട് ഒരു ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഒക്കെ പക്ഷേ ഈ മഴക്കാർ മൂടിയതുകൊണ്ട് ക്ലിയറേ ഇല്ല. അപ്പോൾ ഇവൾക്ക് പറ്റണേ ഉണ്ടായിരുന്നില്ല ഞാൻ എടുത്ത് കൊടുക്കുന്ന ഫോട്ടോ. അപ്പോൾ കുറേ ഞാൻ ഓള് കച്ചറ കൂടിക്കാണ്ടാണ് എടുക്കണേ, ഞാൻ എടുക്കുന്നത്. അത് നന്നായില്ലേ, ഇമ്മച്ചിക്ക് എന്താണ് ഫോട്ടോ എടുക്കാൻ അറിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് പക്ഷേ ക്ലിയർ ഇല്ലാതെ ഇതുകൊണ്ടാണ്. ഒന്നാമത് ഈ മഴക്കാർ മൂടി നിന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. എത്ര പറഞ്ഞിട്ട് കുട്ടിക്ക് മനസ്സിലാവണില്ല കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട്. എന്നിപ്പോൾ റീൽസ് എടുക്കാനുള്ള വീഡിയോസൊന്നും അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫോട്ടോയിൽ ഒതുങ്ങി. ആ ഡ്രസ്സൊക്കെ നീനിട്ടിട്ട് ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളറുകൾ ഇടുമ്പോൾ. പക്ഷേ അവൾ അധികം ഇടാറില്ല. ഇന്നിപ്പോൾ ഞാൻ നിർബന്ധിച്ച് ഇടിപ്പിച്ചതാണ്. അങ്ങനെ അന്ന് മഴ ആയതുകൊണ്ട് കാറിലാണ് ഇപ്പോൾ സ്റ്റാൻഡിലേക്ക് പോകുന്നത്, ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടാക്കണത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ബൈക്ക് പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ റിസ്ക് എടുത്ത് കുടയൊക്കെ ചൂടി ബൈക്ക് പിന്നെ ബസ് സ്റ്റാൻഡ് വരെ പോവാം. പക്ഷേ ഇനി മഴയൊക്കെ പാറ്റിയെന്ന് നോക്കും, അവിടെ ചെന്ന് പനിയോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലും അതിലേറെ നമ്മൾ ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ വണ്ടി എടുത്തു. എന്നാൽ ഈ ഒരു റോഡ് ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി വളഞ്ഞ് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടയുണ്ടോ ചെറിയ അധികം വീതിയില്ലാത്തൊരു പോക്കറ്റ് റോഡ് ആയതുകൊണ്ട് ഇവിടെ വണ്ടി എടുക്കാറുണ്ട് അത്രയും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വണ്ടിക്ക് പാകത്തെ വഴിയാണ് കേട്ടോ. ആ അളവ് നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങിയത്. ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടി വാങ്ങിയത്. അങ്ങനെ ഓളെ കൊണ്ടാക്കി വന്ന് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വന്ന പാടെ വണ്ടി തിരിച്ചിടാനും കൂടി നിൽക്കാതെ മൂപ്പര് പള്ളിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ട് അമ്മോനും വന്നിട്ടില്ല കേട്ടോ. എല്ലാ വെള്ളിയാഴ്ച ഇവിടെ എത്താറുണ്ട്. അപ്പോൾ അമ്മോൻ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മൂപ്പര് പള്ളിയിൽ പോയപ്പോൾ അമ്മോനങ്ങനെ ഓർമ്മ വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാണ്ടോ നല്ല മഴയുണ്ട്, അതുകൊണ്ടായിരിക്കും വരാഞ്ഞത്. അതവിടെ നമ്മുടെ ഒരു കുഞ്ഞിക്കിളി ഇങ്ങനെ നടക്കണേ മുറ്റത്ത്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വീഴരുത്. ചില നേരം അധികം ഒരു വട്ടുണ്ടോ എനിക്ക് എന്നുള്ള ഒരു ഡൗട്ടുണ്ട്.
എന്തായാലും ഞാൻ അകത്തേക്ക് ഇങ്ങനെ കയറിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ നീനിട്ടി പോയത്, ഫുഡ് കഴിച്ചത്, ചായ കുടിച്ചത്, ഓൾ റെഡി ആയത്, ഡ്രസ്സിൻ്റെ ഇതും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. കിച്ചണ് പിന്നെ നമ്മൾ പത്തിരി ആവുമ്പോൾ പ്രത്യേകം ഒരുപാട് കൂടുതൽ പാത്രങ്ങൾ കഴുകാനുണ്ടാവുമല്ലോ. ആ കുഴച്ച തട്ട്, പിന്നെ പത്തിരി പല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ നെയ്ച്ചോറുണ്ട്, ചിക്കൻ നമുക്ക് പൊരിക്കാനുള്ളത് ഫ്രിഡ്ജിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിനി ആ കറിക്ക്, അതായത് നമ്മൾ ചിക്കൻ സ്റ്റൂക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ പൊരിക്കാം, അല്ലെങ്കിൽ ബീഫും ഉണ്ട് കുറച്ച്, ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് അതാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പപ്പടം പൊരിക്കാം, ഇത്രയൊക്കെയാണ് പ്ലാന്. പിന്നെ ഒരു നീനുട്ടി 11:30 കേട്ടോ പോയത്. ഇതും ഇതാ ഒരു 12 മണിയായപ്പോഴേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം രാവിലത്തെ ഈ തിരക്കൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം, കുറച്ച് നേരം കിടക്കട്ടെ, എന്നിട്ട് വേണം ഗീ റൈസൊക്കെ ഉണ്ടാക്കാൻ. ഗീ റൈസ് ഉണ്ടാക്കി ചിക്കൻ പൊരിച്ച് തൈരും പപ്പടമൊക്കെ പൊരിച്ചിട്ടാണ് ഇന്ന് ഉച്ചക്ക് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചവരെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.